സിറാജ് ലൈവിലേക്ക് സ്വാഗതം. 33ാമത് കേരള സാഹിത്യോത്സവിന് കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയിലെ കായൽ പട്ടണത്ത് വേദികൾ സജീവമായി കഴിഞ്ഞു. നമുക്കറിയാം, സാഹിത്യോത്സവ് ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോഴും സാഹിത്യോത്സവിന് ഓരോ വയസ്സ് കൂടുമ്പോഴും പുതുമകൾ ഒരുപാട് നമ്മുടെ മുന്നിലേക്ക് എത്താറുണ്ട്. ഇത്തവണ സാഹിത്യോത്സവ് ശബ്ദവും കാഴ്ചയും മാത്രമുള്ളവരുടേതല്ല, കാഴ്ചയില്ലാത്തവരുടെ, ശബ്ദമില്ലാത്തവരുടെ ലോകത്തെ കൂടി സാഹിത്യോത്സവം അഡ്രസ്സ് ചെയ്യുന്നു. അങ്ങനെ ഒരു വേദിയിലാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുള്ളത് കാഴ്ച വെല്ലുവിളി നേരിടുന്ന മത്സരാർത്ഥികൾക്ക് വേണ്ടി ഇത്തവണ സാഹിത്യോത്സവിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന ബ്രെയിൻ കഥാരചനാ മത്സരമാണ് ഇപ്പോൾ തൊട്ടുമുമ്പ് അവസാനിച്ചത്. ആ കഥാരചനാ മത്സരത്തിൽ പങ്കെടുത്ത കാഴ്ച വെല്ലുവിളി നേരിടുന്ന മത്സരാർത്ഥികളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. മത്സരമൊക്കെ കഴിഞ്ഞോ? അൽഹംദുലില്ലാ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? എളുപ്പമായിരുന്നോ? അൽഹംദുലില്ലാ സന്തോഷം. നല്ല ഒരു വിഷയം തന്നെയായിരുന്നു സംബന്ധിച്ച്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? പിന്നെ ഏത് ജില്ലയെ കേന്ദ്രീകരിച്ചാണ് മത്സരിക്കുന്നത്? സ്ഥലം കാസർഗോഡ് മഞ്ചേശ്വരാണ്. കാസർഗോഡ് ജില്ലയെ കേന്ദ്രീകരിച്ചാണ് മത്സരിക്കുന്നത്. പേര്? മുഹമ്മദ് അസ്ലം. എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? എനിക്ക് ജന്മന കാഴ്ചക്ക് പ്രശ്നമുള്ള ഒരാളാണ്. നരമ്പിൻ്റെ പ്രശ്നത്തിൽ പിന്നെ ഘട്ടം ഘട്ടമായിട്ട് കുറഞ്ഞു വന്നാണ്. ആദ്യം സാധാ സ്കൂളിൽ പഠിച്ചു, പിന്നെ കോഴിക്കോട് ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചു. പിന്നെ അതിനുശേഷം ഇപ്പോൾ അൽഹംദുലില്ലാ മഅദിൻ അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്തസർ അവസാന വർഷം വിദ്യാർത്ഥിയാണ്. എന്താണ് സാഹിത്യോത്സവത്തിൽ ഇത്തവണ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് കാഴ്ച വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് ഒരു അവസരം ലഭിക്കുന്നത്? എന്താ തോന്നുന്നത്? ഇത്തരം ഒരു മത്സരം സാഹിത്യോത്സവത്തിലേക്ക് കൊണ്ടുവരുന്നത് വളരെയധികം സന്തോഷമാണ്. ഇനിയും ഇത് ഒരുപാട് പുരോഗതി കിട്ടിയാൽ തന്നെ കാഴ്ച വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് കുട്ടികൾ ഇനിയും സാഹിത്യോത്സവത്തിൽ വന്നിട്ട് ഉന്നതിയിലേക്ക് സാഹിത്യോത്സവം അത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാഴ്ച വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് പൊതുവിൽ അവസരങ്ങൾ എല്ലായിടത്തും കുറവാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദികൾ അത് സാഹിത്യോത്സവിൽ കൂടി വരികയാണ്. അപ്പോൾ പൊതുവിൽ നിങ്ങൾക്ക് അവസരങ്ങൾ കുറവാണ്, ഞങ്ങൾക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവാറുണ്ടോ? എന്നെ സംബന്ധിച്ച് വലിയൊരു പരാതിയും സങ്കടമൊന്നായിട്ട് തോന്നിയിട്ടില്ല. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ ശുക്ർ കൊണ്ട് സന്തോഷം തന്നെയാണ്. ഇതൊരു പരീക്ഷണ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ ഉസ്താദ്, എവിടെയാണ് സ്ഥലം? എന്താണ് പേര്? എൻ്റെ പേര് സയ്യിദ് സ്വാദിഖ് അലി തങ്ങളാണ്. ഞാൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി അവിടെയാണ് സ്വദേശം വരുന്നത്. എവിടെയാണ് പഠിച്ചതൊക്കെ? ആദ്യം കോഴിക്കോടുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ 2013 മുതൽ 5ാം ക്ലാസ് മുതൽ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള മഅദിൻ അക്കാദമിയിലാണ് ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 13 വർഷത്തോളമായി മഅദിലുണ്ട്. എന്താണ്, എങ്ങനെയുണ്ട് ഈ കഥാരചനാ മത്സരം പൂർത്തിയായപ്പോൾ? എന്തായിരുന്നു സബ്ജക്റ്റ് കഥയുടെ? മനസ്സിൻ്റെ വെളിച്ചം എന്ന സബ്ജക്റ്റിലായിരുന്നു ഞങ്ങളോട് കഥ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ലൊരു വിഷയം തന്നെയായിരുന്നു. നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നൊരു വിഷയം കൂടിയാണല്ലോ അതെ. നിങ്ങളുടെ വെളിച്ചം ശരിക്ക് മനസ്സിലാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും നമ്മളോട് നേരിട്ട് ബന്ധപ്പെടുന്നൊരു വിഷയം തന്നെയാണ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് കഥയെ കൊണ്ടുപോകാനും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു മത്സരമായതുകൊണ്ട് ഞാൻ കഥയെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഇപ്പം പൊതുവിൽ ബ്രെയിൻ ലിപിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ബ്രെയിൻ ലിപിയുടെ ഒരു സ്വഭാവം? അത് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ലിഖിതങ്ങൾ അങ്ങനെയാണോ? ബ്രെയിൻ ലിപി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ കണ്ട പോലെ തന്നെ ഒരുപാട് കള്ളികൾ ഇതിലുണ്ട്. ഇപ്പോൾ ഒരു കള്ളിയിലാകുമ്പോൾ 6 ഡോട്ടുകളുണ്ട്. 6 ഭാഗത്ത്, വലത് ഭാഗത്ത് 3 ഇടത് ഭാഗത്ത് 3 ഈ 6 ഡോട്ടുകളിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ അക്ഷരങ്ങളും ക്രോഡീകരിക്കപ്പെടുന്നത്. ഓരോ അക്ഷരത്തിനും ഓരോ കോഡുകൾ ഉണ്ടാവും. ഇപ്പോൾ എ എന്ന് 1 എന്നൊരു കോഡ് ഉണ്ടാവും, ബി ആകുമ്പോൾ 1 2 എന്നൊരു കോഡ് ഉണ്ടാവും, സി ആകുമ്പോൾ 1 4 എന്നൊരു കോഡ് ഉണ്ടാവും. ഇത് നമ്മളിങ്ങനെ കാണാതെ പഠിച്ചിട്ട് ഈ കോഡ് ഇങ്ങനെ ഇതിൽ കൊടുക്കും. ഈ കോഡ് പഠിച്ച ആൾക്ക് ഇത് വായിക്കാനും പറ്റും. ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എ എന്ന് പറയുമ്പോൾ ഏക്കൊരു ചിത്രമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ അക്ഷരങ്ങൾക്കൊരു ചിത്രമൊക്കെ ഉണ്ടോ? ഏക്കൊരു ഡോട്ടാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. ഉസ്താദ്, എവിടെയാണ് സ്ഥലം? ഞാൻ പെരുവള്ളൂരാണ്. പിന്നെ ഇത്ത മത്സരമൊക്കെ കഴിഞ്ഞല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നോ? അല്ല, നല്ലൊരു മത്സരമായിരുന്നു. നല്ല വിഷയം കിട്ടി, നല്ല റാഹത്തിൽ എഴുതാൻ കഴിഞ്ഞു. എല്ലാം കൊണ്ടും നല്ലൊരു റാഹത്തായിരുന്നു. നേരത്തെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? നേരത്തെ 6 വർഷമായി സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെ ഇനത്തിലാണ് മത്സരിക്കുന്നത്? കൂടുതലായിട്ടും പ്രസംഗത്തിലാണ് മത്സരം കേന്ദ്രീകരിക്കാറുള്ളത് ഞാൻ. പിന്നെ ഇവിടെ പാർട്ടായിട്ട് നമ്മൾ ചിലപ്പോൾ എസ്സേ റൈറ്റിങ്ങും ഇതൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ മറ്റൊരാളെ വെച്ചിട്ട് എഴുതാറാണ് പതിവ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ നേരിട്ട് തന്നെ സംവദിക്കാൻ കഴിയുകയാണല്ലേ, അതൊരു വലിയ അനുഗ്രഹമായിട്ടാണോ കാണുന്നത്? അതെ, അത് ഒന്നാമത് പറയുമ്പോൾ ഈ ഒരാൾ എഴുതി തരിക എന്ന് പറയുമ്പോൾ ഒരു പരിമിതിയിൽ നിന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം.
അതേപോലെ എഴുതണം. ഇപ്പോൾ നമ്മളിപ്പോൾ +1 +2 എക്സാം നോക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഗവൺമെൻറ് എക്സ്ട്രാ ടൈം നമുക്ക് തന്നിട്ടുണ്ട് 20 മിനിറ്റോളം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പല സമയത്തും ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. നമുക്ക് ഒരു സ്ക്രൈബിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതാണ് സ്ക്രൈബ് എഴുതണം. അപ്പോൾ അതിനുള്ളൊരു സമയം അവിടെ ലാഗായി പോവാണ്. സാധാരണ കുട്ടികൾക്ക് പറഞ്ഞാൽ അവർ ആലോചിക്കുന്നു, നേരെ എഴുതുന്നു. ഈ ഒരു പരിപാടി മതി. അപ്പോൾ അത് ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നു. കോമൺ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ, മത്സരമാണല്ലോ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കായിട്ടൊരു പരിപാടി വെക്കുന്നത് വളരെ റാഹത്തുള്ള പരിപാടിയാണ്. പിന്നെ മാത്രമല്ല, കാഴ്ചയില്ലാത്തവർക്കിടയിലേക്ക് എന്താണ് SSF, ഒരുപാട് അങ്ങനെ അറിയാത്ത ആൾക്കാരുണ്ടാവും. എന്താണ് SSF എന്നും എന്താണ് സാഹിത്യോത്സവം എന്നും അറിയാത്ത ഒരുപാടധികം ആൾക്കാരുണ്ടാവും. ഇത് അറിയുന്നതിലൂടെ അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നോ അതൊന്നും അവർക്ക് അറിയാത്ത ഒരുപാട് അധികം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കിടയിലേക്കൊക്കെ ഇതിൻ്റെ സന്ദേശം എത്തിക്കാനൊക്കെ പറ്റിയ വളരെ ഒരു മാതൃകരമായ കാര്യമാണ് SSF ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സാഹിത്യ രംഗത്തൊക്കെ പൊതുവിൽ ബ്രെയിൻ ലിപിയിൽ തന്നെ നേരിട്ട് മത്സരങ്ങളൊക്കെ വേറെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിലെങ്കിലൊക്കെ നേരത്തെ പങ്കെടുത്തിട്ടുണ്ടോ? അങ്ങനെ പങ്കെടുത്തുള്ളവരെ കുറവാണ്. പിന്നെ സ്പെഷ്യൽ സ്കൂൾ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും, എന്നല്ലാതെ മറ്റൊരു പങ്കെടുത്തു. ഈ പരീക്ഷകളൊക്കെ തന്നെ ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞു സ്ക്രൈബിനെ വെച്ചിട്ടാണ് എഴുതുന്നത്. അതിങ്ങനെ ബ്രെയിൻ ലിപിയിലേക്ക് മാറി നേരിട്ട് തന്നെ എഴുതാൻ കഴിയുന്ന ഒരു സാഹചര്യം വേണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ? നേരിട്ട് വരുന്ന സാഹചര്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അവിടെ നമുക്ക് വേണം, നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെയും പ്രശ്നം വരുന്നത് ചിത്രങ്ങളും പോലെയുള്ള വിഷയങ്ങളൊക്കെ ഇല്ല. ചിത്രങ്ങൾ ഈ ബ്രെയിൻ ലിപിയുടെ സഹായത്തോടെ ചെയ്യാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? സാധ്യതകൾ 1-2 ബോർഡുകളും വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ യൂസ്ഫുള്ളായി എത്രത്തോളം ആവുമെന്ന് നമ്മളൊരു അതിനനുസരിച്ചുള്ള ആൾക്കാർ ഇറങ്ങി തിരിച്ച് അതിനനുസരിച്ച് പരിജ്ഞാനം നൽകിയാൽ മാത്രമേ അതിൻ്റെ ഒരു സൂചന നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഒരുപാടധികം ആൾക്കാർക്ക് അറിയാത്തതുണ്ടാവും. അപ്പോൾ അതാണ്, കാഴ്ചയില്ലാത്തവരുടെ ലോകത്തു നിന്നും കഥകൾ പിറക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? അവരുടെ ലോകവും വിശാലമാണ്, അവരുടെ ചിന്തകളും വിശാലമാണ്. ആ ചിന്തകൾക്ക് ദീപശിഖ പകരുക, ആ ചിന്തകൾക്ക് ഊർജം പകരുക, അതാണ് കാഴ്ചയുള്ള ലോകം ചെയ്യേണ്ടത്. കാഴ്ചയുള്ളവരുടെ ലോകത്തെ പോലെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അവരും അവരുടെ മനസ്സിൽ ചിന്തകൾ ഉയരുന്നുണ്ട്. ആ ചിന്തകളാണ് അവർ കഥകളായി ഈ ബ്രെയിൻ ലിപിയിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തായാലും SSF സാഹിത്യോത്സവിൽ അവസരം ലഭിച്ചവരെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഈ മത്സരത്തിൽ പങ്കെടുത്ത് പുറത്തേക്കിറങ്ങുന്നത്. ഈ മത്സരാർത്ഥികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.